ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് സ്വാഗതം പറയുകയാണ്. എക്സാക്ട്ലി ഫിലാഡൽഫിയയിലല്ല സ്റ്റേ ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാണുന്ന റൂമിലാണ് കിടന്നത്. എന്നെ ഹോസ്റ്റ് ചെയ്തത് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു മലയാളി കുടുംബമാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ഇന്നലെ അവരുടെ കൂടെ ഞാൻ വേറെ മലയാളി ഫാമിലികളൊക്കെ ഉണ്ടായിരുന്നു. വേറെ 2 ഫാമിലി അടിച്ചു പൊളിച്ച് രാവിലെ എണീറ്റ് കുളിച്ചു ഒരുങ്ങി ഞാനിന്ന് ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് വാഷിങ്ടൺ DC, നമ്മുടെ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തലസ്ഥാനമായിട്ടുള്ള വാഷിങ്ടൺ DCയിലോട്ടാണ് പോകുന്നത്. താഴോട്ട് പോട്ടെ. ഞാൻ രാവിലെ എണീറ്റ് താഴോട്ട് വന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഉറങ്ങി? നല്ലപോലെ ഉറങ്ങി. എന്തായാലും സുഖമല്ലേ? ഇതാണ് ചേച്ചിയും ചേട്ടനുമായിട്ട് എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്. പേരെന്തായിരുന്നു? അഷിത. ചേട്ടനുണ്ട്. എൻ്റെ പേര് ശ്രീജിത്ത്. എന്തുണ്ട് വിശേഷം? ഞാനിങ്ങനെ വന്ന് വിളിക്കണോ എന്ന് ആലോചിക്കായിരുന്നു. 9 മണിയായിട്ട് വരാത്തോണ്ട് ഞാൻ ഓൾറെഡി എണീറ്റ് കുളിക്കായിരുന്നു. ഞാൻ ഓൾറെഡി 8:30 എണീറ്റ് നല്ലപോലെ അടിപൊളിയായിട്ട് ഇറങ്ങി. ഫുൾ ഫ്രഷ്. ഞാൻ കുളിച്ചിപ്പോൾ വന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ മട്ടൻ, രാവിലെ ഞാൻ കോഫി കുടിച്ചു. ഇവിടെ നമ്മുടെ കേരള പുട്ട്. ചേട്ടനാണോ കുക്ക് ഇവിടത്തെ? ഞാനും ഒരു കുക്കാണ്. കുക്ക് ഞങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യും. പക്ഷെ ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ശ്രീയ. സമ്മതിച്ചു അല്ലേ? സർവൈവൽ നമ്പറാ ഞാൻ സ്ഥിരമായി ചെയ്യാൻ വേണ്ടിട്ട്. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഫുഡൊന്നും കടലക്കറി അവിടെ ഉണ്ട് കേട്ടോ. കടലക്കറി സ്ഥിരമായിട്ട് ഫുഡ് ഉണ്ടാക്കാറില്ല. എന്താ ഉണ്ടാക്കുന്നത് സ്ഥിരമായിട്ട്? രാവിലെ എഗ്ഗും ബ്രോക്കളി, മഷ്റൂം. ഓക്കെ. ഹെൽത്തി അരി. നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ ഈ കുക്ക് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ സമയം കളയുന്നത്? കേരളത്തിൽ തന്നെ എത്ര ഇതായിട്ടുള്ളത്? വീക്കെൻഡ് മാത്രം ഉള്ളത് പരിപാടി അല്ലേ? കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അമ്മേ, മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? ജലദോഷം എനിക്കും ഉണ്ടായിരുന്നു. എന്തുണ്ട് പയ്യ? വാട്സാപ്പ്. ഇവനാണ് കേട്ടോ ഞാൻ പറഞ്ഞ യൂട്യൂബർ. എന്തുണ്ട് വിശേഷം? അടിപൊളി. ഇവൻ ജിം ഫ്രീക്കാണ് കേട്ടോ. ഇവൻ ജിം ഫ്രീക്കാ. 13 വയസ്സേ ഉള്ളൂ. ഇത് നമ്മുടെ പട്ടി, ഇവിടത്തെ പട്ടി. ചേച്ചി മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ചേട്ടൻ ഇവിടെ പോയി? ചേട്ടൻ കോളിലാണ് കേട്ടോ. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. മട്ടൻ പുട്ട്. ഇത് സ്പെഷ്യൽ പുട്ട്. ഇത് കുറച്ച് കുളമായ പുട്ട്. കടലക്കറി. നമ്മളൊരു കേരള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുവാണ് കേട്ടോ. എല്ലാരും ഇരിക്കൂ. ഗുഡ് മോർണിംഗ്. എന്തുണ്ട്? ഇന്നലെ ഞാൻ ചേട്ടനെ ഡിസപ്പോയിന്റ് ചെയ്ത കേട്ടോ. ചേട്ടൻ എന്നെ ഫിലാഡൽഫിയ പോയിട്ട് ഒരു വാക്കിംഗ് ടൂറൊക്കെ തന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ചേട്ടനെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തു. രാവിലെ വന്നു. പിന്നെ ഇവർ രണ്ടുപേരും പ്ലസ് ഞാനും നമ്മൾ DCയിലോട്ട് പോവാണ്. വാഷിങ്ടൺ DCയിലോട്ട്, ക്യാപിറ്റലിൽ പോകുമ്പോൾ ചേട്ടൻ്റെ ചരിത്ര ക്ലാസ് കേൾക്കും കേട്ടോ. ഹായ്, മോർണിംഗ്. അപ്പോൾ ഇനി ഞാൻ DCയിൽ പോയിട്ട് ഇന്നത്തെ പ്ലാന് ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ അറ്റ്ലാന്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകും. ആക്ച്വലി ഞാൻ പോകുന്നത് മെക്സിക്കോയിലോട്ടാണ്. ബട്ട് കണക്ഷൻ ഫ്ലൈറ്റ് അറ്റ്ലാന്റ വഴിയാണ് കേട്ടോ. അറ്റ്ലാന്റയിൽ ഒരു ഓവർനൈറ്റ് സ്റ്റേ. വാഷിങ്ടൺ DCന്ന് അറ്റ്ലാന്റ. എന്നിട്ട് അറ്റ്ലാന്റയിൽ ഒരു ഓവർനൈറ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ മെക്സിക്കോയിലായിട്ടാണ് പോകുന്നത്. മെക്സിക്കോയിൽ പോകുന്നത് എന്തിനാണെന്ന് ചില ആൾക്കാർക്ക് അറിയായിരിക്കും. അറിഞ്ഞുകൂടാത്തവർ അടുത്ത വീഡിയോയിൽ കാണും എന്തായാലും. അപ്പോൾ പുട്ട് കഴിക്കട്ടെ. നമുക്ക് പുട്ടിൻ്റെ കൂടെ ദോശ, പൊറോട്ട, ഇവിടെ ചിരട്ടപ്പുട്ട് എല്ലാം ഉണ്ടല്ലോ. ഇനി ഞാൻ വന്നുകൊണ്ടാണോ അതോ സ്പെഷ്യലി ഇങ്ങനെയാണോ? ഇത്രയേ ഉള്ളൂ. ഞാൻ പാക്കൊക്കെ ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. എൻ്റെ അവസാനത്തെ ദിനമാണ്. ഇവിടുത്തെ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവരുടെ കൂടെയൊക്കെ നല്ല കമ്പനിയായിരുന്നു. നല്ല അടിപൊളി ഫാമിലി. എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഞാനിവിടെ വീട്ടിൽ നിന്ന് വിട പറയുവാണ്. താങ്ക് യു കേട്ടോ. കുടുംബനാഥനും നാദി. താങ്ക് യു കേട്ടോ. താങ്ക് യു. നമ്മളെന്തായാലും പോവില്ലേ? ഓക്കെ ഇഷാനി, സി യു നെക്സ്റ്റ് ടൈം. ഓക്കെ, ചേട്ടൻ വരുന്നുണ്ടല്ലോ. ശരി, താങ്ക് യു സോ മച്ച് ചേട്ടാ. പോവാണോ എടാ? കാണാം. നൈസ് ടു മീറ്റ് യു. ശരി എന്നാ, കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ശരി എന്നാ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ലിജോ. ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു വിഷയമുണ്ട്. ഞങ്ങളുടെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയയുടെ സെക്രട്ടറിയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ യാത്രയുടെ എല്ലാവിധ വീഡിയോസും ഇവിടുത്തെ ഒത്തിരി ഫാൻസ് ഉണ്ട്. സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തേനെ.
അപ്പോൾ എല്ലാവിധ ആശംസകളും. Thank you. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചെന്ന് ആവശ്യങ്ങൾ വരുവാണെങ്കിൽ ഒരു മെസ്സേജ് ശ്രീജിത്തിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചാൽ മതി. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായം ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും. വി ആർ ത്രിൽ ടു ഹാവ് യു. ഓക്കെ, Thank you so much. താങ്ക് യു എല്ലാവരുടെ. അപ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം കേട്ടോ ചേച്ചി. താങ്ക് യു, ബൈ. ഓ ശരി എന്നാ. ചേച്ചി ആക്ച്വലി ഇന്നലെ എൻ്റെ അടുത്ത് ഇവർ റീൽ എടുക്കാൻ വേണ്ടി നോക്കി കേട്ടോ എൻ്റെ കൂടെ. അതായത് റീൽ എന്ന് പറയുമ്പോൾ മറ്റേ കോമഡി മറ്റേ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് തവണ എടുക്കാം കേട്ടോ, നെക്സ്റ്റ് തവണ. ശരിടാ, ബൈ. ശരിയാടാ, താങ്ക് യു കേട്ടോ. മറ്റേ വളരെ ഇമ്പോർട്ടൻറ്റ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഇന്നലെയും എനിക്ക് വേണ്ടി പുറകിലിരുന്നു, ഇന്നും എനിക്ക് വേണ്ടി പുറകിലിരുന്നു കേട്ടോ. നല്ല സ്പോട്ട് ഇതാണ്. നമ്മുടെ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഇത്രയും നാൾ ഉണ്ടായതിൽ ധാരാളം ഇവിടെ കയറിയ വണ്ടി ഫുള്ള് ടെസ്ലയായിരുന്നു. ഞാൻ ആക്ച്വലി മലയാളികളെ മാത്രമേ അങ്ങനെ പരിചയപ്പെട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു ന്യൂയോർക്കിലുള്ള ഒരു അമേരിക്കൻ നേറ്റീവുകാരൻ, അല്ലാതെ കൂടുതൽ ഫുള്ള് മലയാളികളുടെ കൂടെ ആയിരുന്നു കേട്ടോ ഇത്രയും ദിവസം കൂടുതൽ സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് ഒരു അമേരിക്കൻ ജീവിതം ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലാക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇട്ടിട്ടാണല്ലേ പോകുന്നത്. ബട്ട് ഇവരുടെ ടെസ്ല കമ്പനി 100% ഇത് എടുക്കുന്നുണ്ടോ അവര്? അതോ ബേറ്റ വെർഷനാണ്, സൂപ്പർവൈസറാണ്. നമ്മളിപ്പോഴും സ്റ്റിൽ ഡ്രൈവർ വേണം, ക്യാമറ നോക്കും. നമ്മൾ മാറുകയാണെങ്കിൽ മെസ്സേജ് വരും. അപ്പോൾ ഉറങ്ങാൻ പാടില്ല, കണ്ണ് നോക്കും, ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഫുള്ള് ക്യാമറയുടെ കളിയാണ്. ഇന്ത്യയുടെ ക്യാബിനൊക്കെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. ഡ്രൈവിംഗ് അസിസ്റ്റന്റ് പോലെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നത്. ശ്രീജിത്ത് ഏട്ടനും ടെസ്ലയാണ്, ചേട്ടനും ടെസ്ല. ഇത് ചേട്ടൻ്റെ ടെസ്ല അല്ലേ? ഇത് ലേറ്റസ്റ്റ് വെർഷനാ? ഒരു മാസം പഴക്കമുള്ളതാണ് കേട്ടോ. മുമ്പ് സെൻസർ വെച്ചായിട്ടായിരുന്നു ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ ക്യാമറകളാണ് കേട്ടോ. ഈ കാറിൽ ഫുള്ള് ക്യാമറകളാണ്. ക്യാമറ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. ഇപ്പൊ കണ്ട് ഇവിടെ എത്ര വണ്ടിയുണ്ട് അത് ഒന്ന് കാണിക്കട്ടെ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ക്യാമറ വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് ദാണ്ട് ഇവിടെ കിടക്കുന്ന കാറുകളെല്ലാം അതുപോലെ. മാത്രമല്ല ഈ ട്രാഫിക് സിഗ്നൽ അവിടെ റെഡ് ആണ്, അത് ക്യാമറ വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് അതുപോലെ. ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, നമ്മൾ ഒന്നും തൊടണ്ട അല്ലേ. എല്ലാം ഫ്രീയാ, ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ആദ്യം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കൂടെ ഇരുന്ന് പോകുന്ന ആൾക്ക് പേടിയായിരിക്കും. ബട്ട് അവർ യൂസ്ഡ് ആയതുകൊണ്ട് അവർക്ക് ഇതല്ല. പെട്ടെന്ന് ഒരു വണ്ടി വരുമ്പോൾ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്ത് ക്ലീൻ ആയപ്പോൾ താണ്ടെ ഓട്ടോമാറ്റിക് ആണ് ഇതെല്ലാം. ഇത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അല്ലെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടാണല്ലോ പോവേണ്ടത്, നോക്കാം. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇപ്പോൾ അത് പയ്യെ സ്ലോ ചെയ്തു, കാരണം അവിടെ റെഡ് കാണിക്കുന്നത് അവിടെ ക്യാമറയിൽ അവർ സെൻസർ ചെയ്തിട്ട് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ വണ്ടികളെല്ലാം പോകുന്നത് കാണിക്കുന്നുണ്ടോ? ഇതെല്ലാം സെൻസർ ചെയ്തിട്ട് പോകുന്ന വണ്ടികൾ ആ കറക്റ്റ് ഒരു ഇതിൽ കാണിക്കുന്നതാണ് സംഭവം. കൊള്ളാം കേട്ടോ, അടിപൊളി. അതുകൊണ്ട് ഇതൊരു ചെറിയ വാന് പോലത്തെ വണ്ടി. അപ്പോൾ ഇതിൽ കാണിക്കുന്നതും വാൻ ടൈപ്പ്, ബാക്കിയെല്ലാം കാറുകളായിട്ട് തന്നെ. നമ്മുടെ ടെക്നോളജി എവിടെയാണ് പോകുന്നതെന്ന് നോക്കിക്കേ. ഇത് നോക്കിക്കേ, നമ്മുടെ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയുന്ന നോക്കിക്കേ. നോക്കിക്കേ, എന്ത് കൂളായിട്ട് ആ ഒരു അവർ കറക്റ്റ് സെൻസ് ചെയ്ത് പോകുന്നത്. ഹൈവേയിലോട്ട് നമ്മൾ മെർജ് ചെയ്ത് കയറാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ഇൻഡിക്കേറ്റർ കറക്റ്റ് അത് ഇട്ടിട്ട് അതുകൊണ്ട് സുഖമായിട്ട് കൂളായിട്ട് കയറി പോകുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ലൈന് അതിലോട്ട് മറ്റു ലൈനിലോട്ട് മാറും എന്ന് കാണിക്കാൻ വേണ്ടി കണ്ടില്ലേ, സൂപ്പർ കേട്ടോ. ഞാൻ പോകുന്നത് ഇപ്പോൾ വാഷിങ്ടൺ DC, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റല്. ഇത് നമ്മുടെ ന്യൂയോർക്ക് സംസ്ഥാനത്തിലെ ന്യൂയോർക്കിന്റെ പ്രധാന ഭാഗം ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മാൻഹട്ടനും ന്യൂയോർക്കിന്റെ പ്രധാന ഭാഗം. സ്റ്റേറ്റ് ഇത്രയും വലുതാണ്. ഇതാണ് നമ്മുടെ കനേഡിയൻ ബോർഡർ, കണ്ടില്ലേ, കനേഡിയൻ ബോർഡറാണ് ഇത്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളാണ്. ഞാൻ ഇനി നാളെ മെക്സിക്കോയിൽ പോകുന്നത് ഇങ്ങറ്റത്താണ് കേട്ടോ. ഈ മൂലയിലാണ് ആക്ച്വലി ഞാൻ പോകുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ പോകുന്നത് 3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് നമ്മുടെ ന്യൂജേഴ്സി, ഇത് നമ്മുടെ പെൻസിൽവാനിയ, വലിയൊരു സംസ്ഥാനമാണ് ഇവിടുത്തെ. പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിൽ നിന്ന് വാഷിങ്ടൺ DC-ലോട്ടാണ് കേട്ടോ യാത്ര ചെയ്ത് പോകുന്നത്. വാഷിങ്ടൺ DC ആക്ച്വലി ഇവിടെയാണ് കേട്ടോ. ഇവിടെ അല്ലേ വാഷിങ്ടൺ DC ഇവിടെ ആയിട്ട് വരും. യെസ്, ഇതാണ് വാഷിങ്ടൺ DC. അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതിന് എന്താ പറയുന്നത്, FPS-ഓ? FSDയുടെ ഫുൾ ഫോം എന്താ? ഫുൾ സെൽഫ് ഡ്രൈവിംഗ്. FSD ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ താണ്ടെ മുന്നോട്ട് നീങ്ങുവാണ്. ഇതിൽ കറക്റ്റ് ഈ 2 മാപ്പിംഗ് സിസ്റ്റം നമുക്ക് ഒരേ സമയം കണ്ടുകൊണ്ട് യാത്രയാണ്.
വണ്ടിക്ക് വേറൊരു ഫീച്ചറുണ്ട്. സെൽഫ് ഡ്രൈവിംഗിൽ തന്നെ 4-5 ഇതുണ്ട് കേട്ടോ. അതായത് സ്ലോത്ത് എന്ന് പറയുമ്പോൾ എന്താ സംഭവം, വളരെ സ്ലോ ആയിട്ട് അങ്ങനെ വല്ലതും ആയിരിക്കണം. പിന്നെ അതാണ്ട് ചില്ലെന്ന് പറയുമ്പോൾ ഇത് ചില്ലിടുമ്പോൾ ഒരു മിനിമൽ സ്പീഡിൽ മാത്രം പോകും. സ്റ്റാൻഡേർഡ് ആണ് മിനിമൽ എന്ന് തോന്നുന്നു. ചില്ല് കുറച്ചും കൂടെ കാമായിട്ട് പയ്യെ പോവും. ഇങ്ങനെ പെട്ടെന്ന് ടിൽറ്റൊന്നും ചെയ്യില്ല. പിന്നെ വരുന്ന ഹറി ഇട്ടാലെന്ന് പറയുമ്പം അത് ഹറിയായിട്ട് പെട്ടെന്ന് ഇവിടെ വണ്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറും, ഇങ്ങോട്ട് കയറും, അങ്ങനെ കയറും, ഇങ്ങനെ കയറും. പിന്നെ വേറൊരു മാഡ് മാക്സ് എന്ന് പറയുന്നതുണ്ട്. മാഡ് മാക്സ് എന്ന് പറയുമ്പോൾ എവിടെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം കയറ്റി അവർ പെട്ടെന്നൊരു എന്താ പറയാ ജാങ്കോ, അത് നിങ്ങൾ പറയുന്നത് ജാങ്കോ എന്നാ, ജാങ്കോ മോഡ്. ഇവർക്ക് ജാങ്കോ മോഡ് എന്ന് പറയും. ഇതില് മാഡ് മാക്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കയറി നല്ല സ്പീഡിൽ, എന്നാലും നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഇപ്പൊ സ്പീഡ് മാക്സിമം 55 ഇട്ടേക്കുന്നത്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 55. 66 പോകുന്നത്. 66 എന്ന് പറയുമ്പോൾ 100 km/h സ്പീഡ് വരും അല്ലേ, 100-ന് മുകളിൽ വരും. ഇത് മൈൽസിലാണ് അവർ കണക്കാക്കുന്നത്. ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. താഴോട്ടാക്കാം, മുകളിലോട്ടാക്കാം. എല്ലാവർക്കും അറിയാലോ, നെക്സ്റ്റ് നമ്മുടെ ഫുട്ബോൾ ഫിഫയുടെ ഗെയിം നടക്കുന്നത് മെക്സിക്കോ, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റിലാണ്. അതിൽ 6 കളി നടക്കുന്നത് ഈ കാണുന്ന ലിങ്കോൺ ഫിനാൻഷ്യൽ ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഡിയത്തിലാണ് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റൊരു സ്റ്റേഡിയം ഉണ്ട്. ഇത് ഇവർക്ക് 2 ടീമുണ്ട്. ബേസ്ബോളിൻ്റെയും അമേരിക്കൻ ഫുട്ബോളിൻ്റെയും ടീമുകളുണ്ട്. ആ 2 ടീമുകളുടെ 2 സ്റ്റേഡിയങ്ങളാണ് കേട്ടോ. ഇത് അതാണ്ട് ഹോം ഓഫ് ഫിലാഡൽഫിയ ഈഗിൾസ്. അവരുടെ ഹോം ഗ്രൗണ്ട് ആണ് കേട്ടോ. അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ സാധനമേ പിടിച്ചോണ്ട് ഓടും. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഫിലാഡൽഫിയയുടെ വ്യൂ താണ്ട് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, എന്ത് രസമല്ലേ, അടിപൊളി കേട്ടോ. ആക്ച്വലി ന്യൂയോർക്ക് നഗരം അടിപൊളിയാണ്. പിന്നെ ചിക്കാഗോയും ഭയങ്കര രസമാണ് കേട്ടോ. ചിക്കാഗോ നഗരവും ആക്ച്വലി നല്ല രസമാണ്. ബട്ട് ഇപ്പോഴൊന്നും ഞാൻ അവിടെയൊന്നും പോകില്ല. ഒരു നാൾ ഞാൻ 50 സംസ്ഥാനം പോയിരുന്നു. അവിടെ ഒരു പാലം, ഈ പാലത്തിൽ അങ്ങോട്ട് പോകുന്ന ട്രാഫിക് പാലത്തിന്റെ മുകളിൽ കൂടി, ഇങ്ങോട്ട് വരുന്ന ട്രാഫിക് പാലത്തിന്റെ അടിയിൽ കൂടെ. ഓ ഇൻട്രസ്റ്റിംഗ്. ഇത് നോക്കിയേ, അങ്ങോട്ട് പോകുന്നത് മുകളിലൂടെ പോകും, ഇങ്ങോട്ട് വരുന്നത് പാലത്തിന്റെ അടിയിൽ കൂടെ മറ്റൊരു ഇതുണ്ട് കേട്ടോ. ഡബിൾ ഡെക്കർ പാലമാണ്. നമ്മുടെ ഫിലാഡൽഫിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന കാഴ്ച കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ പാരലല് പോകുന്നു അല്ലേ. ഇവിടെയാണ് നമ്മുടെ വിമാനത്താവളം. അവിടെ റൺവേയിലോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ യാത്ര ചെയ്ത് ക്രിസ്ത്യാന മാളിൽ എത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാന മാൾ എന്ന് പറയുമ്പം US അടുത്ത മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ഡെൽവെയർ എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഡെൽവെയർ സംസ്ഥാനത്തിൽ ആക്ച്വലി സ്റ്റേറ്റ് ടാക്സ് ഇല്ല കേട്ടോ. എന്താണ് എക്സാക്ട്ലി സ്റ്റേറ്റ് ടാക്സ് ഇല്ല. അതിന്റെ കാരണം സംസ്ഥാനം ഇവിടെ എല്ലാ അമേരിക്ക ഓരോ സംസ്ഥാനങ്ങളുടെ ഓരോ നിയമങ്ങളാണ്. ഈ സംസ്ഥാനത്തിന് സെയിൽ ടാക്സ് ഇല്ല. അപ്പൊ എല്ലാവരും വലിയ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് ഈ മാളിലേക്ക് വരും. കുറച്ച് നമ്മളെ കടകളുണ്ട്, ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 6 to 8% ടാക്സ് കൊടുക്കണം. നോർമലി 6 to 8% എല്ലാത്തിനാണോ ഈ ഇലക്ട്രോണിക്സിന് 6 മുതൽ 8% വരെ ടാക്സ് ആണ്. ആ ടാക്സ് ലാഭിക്കാൻ വേണ്ടി പല ആളുകളും വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സംസ്ഥാനം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മാളാണെന്ന് തോന്നുന്നു. എന്താ പിന്നെ മദ്യം വാങ്ങിക്കാൻ പറ്റും ആൾക്കാർ. മാഹിയിൽ പോകുന്ന പോലെ കേന്ദ്ര ഭരണ പ്രദേശത്ത് നമ്മൾ പോലെ ഇത് വേറൊരു സ്പെഷ്യൽ സംസ്ഥാനം. അപ്പൊ അതുപോലെ ഇവിടെ ഒരു മദ്യത്തിന്റെ വലിയൊരു മോളോ കോംപ്ലക്സോ അങ്ങനെ എന്തോ സൂപ്പർ മാർക്കറ്റ് വലിയൊരു സംഭവമാണെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. ചേട്ടനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടല്ലേ? എന്തിനെ കുറിച്ച്? മദ്യപാനിയാക്കുവാണോ? ഞാൻ പറഞ്ഞു ഇന്നലെ ചേട്ടനെ കണ്ട വിനയ് ഫോർട്ടിനെ പോലെ. ഇന്നലെ നോക്കിയപ്പോ നീ കറക്റ്റ് തമാശയിലെ വിനയ് ഫോർട്ടില്ലേ, അങ്ങനെയല്ല ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു കേട്ടോ. ചേട്ടന്റെ അടുത്ത് പറഞ്ഞപ്പോ ഹാപ്പിയാണോ വിഷമാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ടോ ചേട്ടന്റെ ആ സംസാരവും ഇതും. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മളും ആദ്യമായിട്ടാണ്. ബട്ട് ചേട്ടൻ പെട്ടെന്ന് ഇന്നലെ വന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പോ പിന്നെ ഇവരുടെ കൂടെ ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ വീഡിയോ കണ്ടവർക്കും അറിയാം. ഇവരുടെ കൂടെ ആയിരുന്നു ഞാൻ ഫിലാഡൽഫിയയിൽ മുഴുവൻ. ക്ലോത്തിങ് സെക്ഷനിലൂടെ ഒരു വലിയൊരു മോളാണ് കേട്ടോ. ഇവിടെ പല ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാത്തിനും ടാക്സുകളില്ല കേട്ടോ. അതുകൊണ്ട് പല ആളുകളും ഇതിൻ്റെ അടുത്തുള്ള സംസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് പൊതുവേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. അവിടുന്ന് ഈ ഒരു റീജിയനിലോട്ട് കുറച്ച് മാറുമ്പോൾ ഇല്ലേ കോസ്മെറ്റിക് ഐറ്റംസ് അല്ലാതെ അപ്പാരൽസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ.
ഇതാണ് നമ്മുടെ മോളിൻ്റെ സെൻറ്റർ ഭാഗം. ഇവിടുന്ന് പല ഔട്ട്ലെറ്റുകളും നിങ്ങൾക്ക് പല ഷോപ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് മെറ്റയുടെ റൈബാൻ ഗ്ലാസ് ഒന്നും ആണോ എന്ന് പ്ലാനുണ്ട്, അതോടെ പോയി നോക്കുവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ആക്ച്വലി ഞാൻ ഇന്ന് രണ്ടായിൽ എനിക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി പറ്റി. സേയ്ക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് അത്യാവശ്യം കുറഞ്ഞ പ്രൈസിന് ഇവിടെ സാധനം കിട്ടി കേട്ടോ. ചീപ്പെന്നല്ല, സാധനത്തിന് വില ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത അനുസരിച്ചിട്ട്. ഇനി നമ്മൾ വേറെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് വന്നത് ബെസ്റ്റ് ബൈ എന്ന് പറയുന്ന ഒരു ഷോറൂമിലോട്ടാണ്. ബെസ്റ്റ് ബൈ എന്ന് പറയുന്നത് ഷോറൂമാണല്ലേ? ഇലക്ട്രോണിക്സിൻ്റെ ഇതാണ്. ഇവിടെ നോക്കട്ടെ എൻ്റെ ഇതുണ്ടാവും. പോലീസ് എല്ലാം വഴിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. എന്തോ കാര്യമായിട്ട് ചെക്കിങ് ചെയ്യണമല്ലോ, എന്തോ ചെക്ക് ചെയ്യണമല്ലോ. കുറേ പോലീസുകാരുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നു. 4:30 മണിക്ക് നമ്മുടെ വൈറ്റ് ഹൗസിലോട്ട് എത്തും. ബാൾട്ടിമോർ ഹാർബർ ടണലാണ് കേട്ടോ. ബാൾട്ടിമോറിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ഹാർബറിലൂടെയുള്ള ടണലാണ് കേട്ടോ. നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള വാഷിങ്ടണിലോട്ട് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വാഷിങ്ടണിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു റെവല്യൂഷണറി സ്റ്റാച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഇവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ സമർപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഐക്കോണിക് സ്മാരകമാണ് കേട്ടോ ഈ കാണുന്നത്. നേരെ പോകുന്നത് നമ്മുടെ വൈറ്റ് ഹൗസിലോട്ടാണ് കേട്ടോ. നമ്മുടെ ടെസ്ല നമ്മളെ കൊണ്ടുപോകുന്നത് വൈറ്റ് ഹൗസ് ഭാഗത്തോട്ടാണ്. ഇവിടെ നമുക്ക് ഇതുപോലുള്ള സൈക്കിളൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യാം കേട്ടോ. മോണുമെന്റിന്റെ നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ വാഷിങ്ടൺ മോണുമെന്റ്. ഇവിടെ ഫുള്ള് അമേരിക്കൻ പതാക കൊണ്ട് നിർത്തിയിരിക്കാം. ഇത് നമ്മുടെ ലിങ്കൺ മോണുമെന്റ് അല്ലേ? വൈറ്റ് ഹൗസിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കുറെ ഇതുപോലുള്ള വാനില് കുറെ കച്ചവടക്കാരാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. ഫുഡ് ട്രക്കുകൾ, പിന്നെ കുറേ ക്ലോത്തിങ്ങിൻ്റെ ട്രക്കുകളൊക്കെ ചെറുതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എല്ലാം ഫുഡ്, കബാബ്, കുറേ അറബിക് ഭക്ഷണമാണ് കേട്ടോ. എല്ലായിടത്തും പോലീസും പിന്നെ ഇവരുടെ രഹസ്യ ടീമുകളും എല്ലായിടത്തും കാണും കേട്ടോ. കാരണം ആരെ വേണമെങ്കിലും ഇവർ എക്സ്പെക്ട് ചെയ്യും. നോർമലി തന്നെ ഇത് റെക്കഗ്നൈസ് ചെയ്യും കേട്ടോ. പാർക്കിംഗ് സ്പോട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളത് സ്റ്റാർട്ട് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പാർക്കിംഗ് കേട്ടോ. കണ്ടില്ലേ എന്ത് മനോഹരമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പോയി പാർക്ക് ചെയ്യുന്ന നോക്കിയേ. അടിപൊളി കേട്ടോ. നമുക്കൊരു പേടിയൊക്കെ തോന്നും കറങ്ങണ കാണുമ്പോൾ, ബട്ട് അടിപൊളിയായിട്ട് ഇതാ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല പോലെ പാർക്ക് ചെയ്ത് തരും. പരിപ്പളോ അല്ലേ? സത്യം എന്ത് കൂളായിട്ടാ. ഓക്കേ, നമ്മൾ അങ്ങോട്ട് ആക്കി തിരിച്ച് ഇത് കൂളായിട്ട് കണ്ടില്ലേ. ബാറ്ററിയിലോ പൈസ വാങ്ങിച്ചതിന് കാശുണ്ടോ കേട്ടോ ബ്രോ, പേടിക്കണ്ട, കാശ് മുതലായി. ഇവിടെ തന്നെ ഫുൾ അമേരിക്കൻ സീക്രട്ട് സർവീസിന്റെ പോലീസ് കാറുകൾ എല്ലാം കാണും കേട്ടോ. ഇവിടെ അവസാനം നമ്മുടെ വൈറ്റ് ഹൗസ് കോമ്പൗണ്ടിലോട്ട് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പാർക്കിംഗ് ഫ്രീ ആണ്. നമുക്ക് എന്തോ ഭാഗ്യം ഇവിടെ പാർക്കിംഗ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് കിട്ടി. നമ്മളിനി നടന്ന് ദാണ്ടെ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നാനാഭാഗങ്ങളിൽ നിന്നും പിന്നെ ഇവിടെയുള്ള പല ആളുകളും വിസിറ്റേഴ്സൊക്കെ ആയിട്ട് വന്ന ഒരു തിരക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് സ്ഥലം ഇതാണ്ട് വൈറ്റ് ഹൗസ്. എന്തോ ട്രംപ് 45-47 ഫ്രിഡ്ജ് മാഗ്നറ്റ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇതാണ് കേട്ടോ. എനിക്കൊന്ന് പാട്രിയോട്ടിസം കളയുന്നതും പിന്നെ ട്രംപിന് അനുകൂലമായിട്ടുള്ള കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ കിട്ടുമെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ വൈറ്റ് ഹൗസിലെ സെൻട്രൽ ഭാഗത്തുള്ള വ്യൂ. പിന്നെ കുറേ ആളുകൾ അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഇതൊരു അഡ്മിനിസ്ട്രേഷൻ പ്ലേസ് ആണല്ലോ. അഡ്മിനിസ്ട്രേഷൻ പ്ലേസ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഹൗസ് ഇവിടുത്തെ പ്രസിഡന്റ് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ പ്രസിഡന്റ് ഇപ്പോൾ ഉള്ള പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊണാൾഡ് ജെ ട്രംപ്, പുള്ളിക്കാരൻ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ റെസിഡന്റ് ബിൽഡിങ്ങിൽ ഈ വൈറ്റ് ഹൗസിൽ ഉണ്ടെങ്കിലും ലോകത്തിന്റെ പല കാര്യങ്ങൾ, ഡിസിഷൻസ് അല്ലെങ്കിൽ മീറ്റിംഗ്സ്, ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ലോകത്തിന്റെ വലിയ പ്രധാന സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ലോകത്തിലെ പല ആളുകൾക്കും അറിയാവുന്ന സംഭവമാണ്. ലോകത്തിലെ വൺ ഓഫ് ദ ഐക്കോണിക് ബിൽഡിങ്ങുകളാണ്. പല ആളുകളും വന്ന് ചിത്രങ്ങൾ എടുക്കുന്നു. ഇവിടെ ഒരാൾ ഒരു നോ വാർ വിത്ത് വെനിസുല, പിന്നെ പലസ്തീൻ അനുകൂലമായിട്ട് നമ്മുടെ ഒരു LGBTQ ഫ്ലാഗുമായിട്ട് അനുകൂലം, പല രീതിയിലുള്ള ഇത് കേട്ടോ. പുള്ളിക്കാരൻ്റെ ഒരു പ്രതിഷേധമാണ് കേട്ടോ ആളുകൾക്ക്
Great US Press Tram shut down now. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമാണല്ലോ. ഓ, ഇവിടെയാണ് കേട്ടോ. നോ ഹേറ്റിംഗ് ഈച്ച് അതർ. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഇട്ടയ്ക്കുന്ന മ്യൂസിക്കാണ്. വൈറ്റ് ഹൗസിന് മുന്നിൽ ഇന്ത്യൻ ദേശീയ ഗാനം. വൈറ്റ് ഹൗസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ കാണുന്ന വൈറ്റ് ഹൗസ് 1792 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1800 ഇതിൻ്റെ അവസാനം പണിയെല്ലാം തീർന്നത്. പിന്നെ നമ്മുടെ ജോർജ് വാഷിങ്ടണിൻ്റെ സൂപ്പർവിഷനിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആദം ജോൺ ആയിരുന്നു. അദ്ദേഹമാണ് കേട്ടോ ഇവിടെ ആദ്യമായിട്ട് സ്റ്റേ ചെയ്തത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള വളരെ ആളുകളുടെ പ്രിയങ്കരനും ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത നമ്മുടെ പ്രസിഡന്റ് ട്രംപാണ് ഇപ്പം ഇവിടെ നിലവിൽ അധികാരമുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ റെസിഡൻസി അല്ല, ഇതിൻ്റെ ചെറിയൊരു പോർഷനിൽ റെസിഡൻസി ഉണ്ട്. പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്. ഇവർ ഡിന്നർ ഹോസ്റ്റ് ചെയ്യാറുണ്ട്, പ്രധാനപ്പെട്ട ഇവന്റ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അതിലുപരി ഞാൻ ലോകത്ത് പോയ പല രാജ്യങ്ങളിലെയും ഇപ്പം നടക്കുന്ന ആ ഒരു സ്ഥാനത്തിന് കാരണക്കാരായിട്ടുള്ള പല ആളുകളും ജീവിച്ച് ഭരണം നടത്തിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. വൈറ്റ് ഹൗസിൽ കുറച്ച് കളർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. എനിക്കൊന്ന് അവർ പുതുതായിട്ട് പെയിന്റ് അടിച്ചു തോന്നുന്നു. ഇതാണ് വൈറ്റ് ഹൗസിലെ ശക്തമായ ആ കമ്പികൾ. ഇവിടെ നിന്ന് പല ആളുകളും ഫോട്ടോസ് എടുക്കാനും ചിത്രങ്ങളൊക്കെ എടുക്കാനൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. നമ്മുടെ ട്രംപിന് അനുകൂലമായിട്ടുള്ള കുറേ ക്യാപ്പുകൾ, പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ കുറച്ച് ക്യാപ്പുകൾ. ഇവിടെ സുവനീസ്, നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, അമേരിക്കൻ പിന്നെ വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. പുള്ളിക്കാരൻ ഈ തണുപ്പത്ത് പുള്ളിക്കാരൻ പുറകിൽ മെക്സിക്കോയുടെ ഫ്ലാഗാണ്. എനിക്കൊന്ന് മെക്സിക്കൻ ആണോ എന്ന് അറിയില്ല കേട്ടോ. ഇവിടെ കുറേ ആളുകൾ ഫ്ലാഗ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമേരിക്കയും യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്ലാഗ്. നമ്മുടെ പുള്ളിക്കാരൻ ഐ ആം അമേരിക്കൻ ആൻഡ് ഐ സപ്പോർട്ട് യുക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നൈസ്. സ്ലാവ യുക്രൈൻ. സ്ലാവ. വൈറ്റ് ഹൗസ് കണ്ട് വിട വിട്ടു. ഇതിനിടയിൽ ആക്ച്വലി ബ്രിട്ടീഷുകാർ വന്ന് തീയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. മറ്റേ വേൾഡ് വാറിന് ശേഷം ബ്രിട്ടൻ വന്ന് തീയൊക്കെ ഇട്ടു. പിന്നെ വീണ്ടും അവർ പുതുക്കി പണിതു ഈ കാണുന്ന നിലയിൽ എത്തിച്ചതാണ് വൈറ്റ് ഹൗസ്. ഇവിടെയും നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ട്രംപിന് അനുകൂലമായിട്ടുള്ള കുറേ അങ്ങനത്തെ കുറച്ച് സുവനീർ, ഹാറ്റ്, ക്യാപ്പ് സംഭവങ്ങൾ. വാഷിങ്ടൺ കണ്ട ഉടനെ നമ്മുടെ വൈറ്റ് ഹൗസ് കണ്ട ഉടനെ സിറ്റി ഒന്നും കണ്ടില്ല കേട്ടോ. സിറ്റി നമ്മുടെ വാഷിങ്ടൺ സിറ്റി ഇതൊന്നും അല്ല. ആക്ച്വലി കുറേ കാഴ്ചകളുണ്ട്. ക്യാപിറ്റൽ ബിൽഡിംഗ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ബട്ട് വൈറ്റ് ഹൗസിൽ പോകണമെന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പോയി കണ്ടു. ഇപ്പോഴത്തതൊന്നും അല്ല കേട്ടോ, എൻ്റെ കൊച്ചിലോട്ടുള്ള ആഗ്രഹമായിരുന്നു. ആക്ച്വലി ബറാക്ക് ഒബാമ അധികാരത്തിലിരുന്നപ്പോഴാണ് എനിക്ക് വൈറ്റ് ഹൗസിനോട് ഒരു പൂതി വന്ന് കാണണമെന്ന്. നമ്മളെല്ലാവരും ഇവിടെ മെക്ഡൊണാൾഡ്സിൽ വന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. ലാസ്റ്റ് ഡിന്നറാണ്. കഴിച്ചിട്ട് ഞാൻ ഉടനെ എയർപോർട്ടിലോട്ട് പോകും. എയർപോർട്ടിൽ പോയിട്ട് നിങ്ങൾ എന്നെ മിസ് ചെയ്യോ? അല്ല, തീർച്ചയായിട്ടും. ആളല്ലേ? സീരിയസ്ലി ഞങ്ങളെ ബോറടിച്ചോ? ഞങ്ങളെ ബോറടിച്ചു. ചേട്ടനെ ബോറടിച്ചു. ചുമ്മാ. ശരിക്കും മിസ് ചെയ്യും. മഹീന്ദ്ര 5 വർഷമായിട്ട് കാണുന്നല്ലേ. ഞാനൊരു എന്താ പറയാ, ഒരു റിയലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കുറെ നല്ല രസമായിരുന്നു. ഒരാഴ്ച അടുത്ത ലീവാണ് ആക്ച്വലി. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് US പലതും കടങ്ങായിരുന്നു. മേ ബി നെക്സ്റ്റ് ടൈം ഡെസ്റ്റിനി ഹലോ എങ്കിൽ നമ്മൾ വീണ്ടും കാണും. ചേട്ടാ, നമ്മൾ പറഞ്ഞതുപോലെ വീണ്ടും കാണണം കേട്ടോ. കീപ് ഇൻ ടച്ച്. ആക്ച്വലി ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയാം, ഞാൻ ഇവരുടെ അടുത്ത് നല്ല ടൈം സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. എന്നാൽ എനിക്കൊന്നും നമ്മൾ നല്ല ഇതായി, ബട്ട് എന്നാൽ കൂടുതൽ ഇതാവാമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു രാത്രി നിന്നുള്ളൂ. ഇന്നലെ തന്നെ നമ്മൾ ഒരു 3 o'clock മീറ്റ് ചെയ്തു. ഇവിടെ പോയി. പിന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ വിടുന്നു. അൺഫോർച്ചുനേറ്റ്ലി നെക്സ്റ്റ് ടൈം US വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് കൂടുതൽ ടൈം എന്തായാലും വരും. എനിക്ക് വീണ്ടും US ട്രാവൽ ചെയ്യണം. US ഞാൻ ഒന്നും ട്രാവൽ ചെയ്യാം. അപ്പോൾ അഫ്കോഴ്സ് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു. തീർച്ചയായിട്ടും. അവസാനം ഞാൻ നമ്മുടെ റൊണാൾഡ് റീഗൻ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. ടെർമിനൽ 2 എനിക്ക് പോവേണ്ടത്. ഇവിടുത്തെ വൺ ഓഫ് ദ പഴയ പ്രസിഡന്റിന്റെ പേരിലാണ് കേട്ടോ, നാമത്തിലാണ് ഈ ഒരു എയർപോർട്ട് അറിയപ്പെടുന്നത്. ഇവിടെ 2 എയർപോർട്ടുണ്ട്. 2 എയർപോർട്ട് ഉണ്ട് കേട്ടോ. ഇത് വാഷിംഗ്ടൺ DC ഡൂലസ് എയർപോർട്ടാണ് വലുത്, ഇന്റർനാഷണൽ എയർപോർട്ട്. അത് ഇന്റർനാഷണൽ വലിയ എയർപോർട്ട്. ഇത് കൊച്ചു വേറൊരു എയർപോർട്ട്. ഇത് വരുന്നത് നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെയൊക്കെ തൊട്ടടുത്താണ് കേട്ടോ. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് മാത്രമേ നമുക്ക് സഞ്ചരിക്കാനുള്ളൂ. കാണുന്നത് നമ്മുടെ യുണൈറ്റഡ് വിമാനങ്ങളുടെ ഗേറ്റ്. ഡെൽറ്റ തന്നെ ഇവിടെ ഡെൽറ്റ. ഞാൻ പോകുന്നത് ഡെൽറ്റ വിമാനത്തിലാണ് കേട്ടോ. ഡെൽറ്റ വിമാനത്തിൽ ഇവിടുന്ന് അറ്റ്ലാന്റയിൽ പോയിട്ട് അവിടെ നിന്ന് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിൽ, ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ഞാൻ മെക്സിക്കോയിലോട്ട് പോകും.
അവസാനം ഞാൻ എയർപോർട്ടിൽ വന്നു, അവരെന്നെ ഡ്രോപ്പ് ചെയ്തു. ടെസ്ല ബൈ. ചേട്ടൻ നേരത്തെ ദുഃഖം പറഞ്ഞു കേട്ടോ, ഞാൻ ടെസ്ലയുടെ അടുത്ത് ബൈ പറഞ്ഞില്ല. അത് ഷേക്കൻ്റെ കൂടെ കൊടുക്കാല്ലേ. ബൈ. ഹാപ്പി. അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ആൻഡ് താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പറയുവാണ്, നല്ല വൃത്തിയുള്ള ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള എയർപോർട്ട്. ഞാൻ എൻ്റെ ഇത് നോക്കട്ടെ, എൻ്റെ ബോസ്റ്റൺ അറ്റ്ലാന്റ ഡെൽറ്റ 89 B22 ഗേറ്റിലാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇവരുടെ ഇതിലോട്ട് പോവാണ്. ഇവിടെ അമേരിക്കൻ, പിന്നെ ജെറ്റ് ബ്ലൂ, പിന്നെ അലാസ്ക, യുണൈറ്റഡ്, ഡെൽറ്റയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ള എയർലൈൻസ്. ഞാൻ ഇനി എൻ്റെ ടെർമിനലിലോട്ട് പോവാണ്. ആ ഒരു ഭാഗമായിട്ട് ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ കുറേ അമേരിക്ക എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഫ്രീഡം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ചെറിയ ഇവരുടെ സുവനീസ്, ഫ്രീഡം, ഇങ്ങനെ കുറേ ക്യാപ്പുകൾ ഇതാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇവിടെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് $5.99 ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഫ്ലൈറ്റ് ഇനി ആവും. അതുകൊണ്ട് ഇവിടെ ബോർഡിങ് തുടങ്ങി. ഏറ്റവും അവസാനത്തെ കേട്ടോ, 28ാമത്തെ ഏറ്റവും അവസാനത്താണ് കേട്ടോ കിട്ടിയ. ഞാനങ്ങനെ എൻ്റെ സീറ്റിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ വിമാന കമ്പനിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കയറുന്നത്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ഫ്ലൈറ്റ്. അപ്പോൾ ഇനി അറ്റ്ലാന്റ എന്ന് പറയുന്ന നഗരത്തിൽ പോകും. അറ്റ്ലാന്റ എന്ന് പറയുന്ന നഗരത്തിൽ പോയിട്ട് എനിക്ക് ഏകദേശം നെക്സ്റ്റ് ദിവസം രാവിലെയാണ് കേട്ടോ. ഇന്നിപ്പോൾ രാത്രി 10 മണിക്ക് എത്തും. നെക്സ്റ്റ് ദിവസം രാവിലെ 10 മണിക്കാണ് എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്. അത് നേരെ മെക്സിക്കോയിലോട്ടാണ്. മെക്സിക്കോയിലോട്ട് വിസ വേണമെന്ന് വെച്ചാൽ വിസ ആക്ച്വലി വേണം, പക്ഷേ വിസ ഇല്ല എൻ്റെ കയ്യിൽ. യൂറോപ്പിൻ്റെ വിസയോ അല്ലെങ്കിൽ ഈ അമേരിക്കൻ വിസ 10 വർഷത്തെ വിസ ഉണ്ടെങ്കിലോ എനിക്ക് മെക്സിക്കോയിൽ വിസ ഇല്ലാതെ പോകും. അതാണ് കാര്യം. യെസ്, ഫ്ലൈറ്റ് കിടന്നുറങ്ങി. ഞാൻ അവസാനം പുറത്തോട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങി. ഞാൻ അറ്റ്ലാന്റയിലോട്ട് പുറത്തിറങ്ങുവാണ് കേട്ടോ. നമ്മുടെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. എനിക്കത് ഇത് ഇൻ്റർനാഷണൽ വിമാനത്താവളമാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഒരു വിമാനത്താവളം. അവസാനം ഫ്ലൈറ്റിൽ കിടന്നുറങ്ങി. ഞാൻ ഇന്ന് എയർപോർട്ടിൽ കിടന്നുറങ്ങിയതാണ്. കാരണം നാളെ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ബട്ട് എന്നെ ഒരു ബ്രോ മെസ്സേജ് അയച്ചു. അങ്ങനെ അവരെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇപ്പം അവരുടെ കൂടെ ഞാൻ അവരുടെ വീട്ടിൽ പോവാണ്. അതിന് മുമ്പ് എൻ്റെ കണ്ടില്ലേ, ഇവിടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഡെക്കറേഷനാണ്. ബ്രോ എന്തുണ്ട് വിശേഷം? ഇത് മോസ്. ബ്രോ എന്തുണ്ട് വിശേഷം? ഇത് റിയോ. ബ്രോ എവിടെ നാട്ടില്? ഞാൻ കൊച്ചിയുമായിട്ട് എന്താ വലിയ ബന്ധം? കൊച്ചിയായിട്ട് വളരെ ചെറിയൊരു ബന്ധമുണ്ട്. പറ. അതായത് നമ്മുടെ കൊച്ചിനെ നീഫ ഉണ്ടല്ലോ, മൂത്താപ്പായിട്ട് വരും. ജ്യേഷ്ഠൻ ആള് ഇപ്പൊ മരിച്ചുപോയി. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ബന്ധം. നമ്മളൊരു 3.5 മണിക്കൂറായി കേട്ടോ. വണ്ടിയിൽ ഡ്രൈവിംഗ് ആയിരുന്നു വീട്ടിൽ വരാൻ വേണ്ടി. ഇപ്പൊ അതാണ്ട് വീട്ടിലെത്തിയേ ഉള്ളൂ. ബ്രോ എവിടെയാ നാട്ടില്? മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം പെരുന്തൽമണ്ണ. പെരിന്തൽമണ്ണ. നമ്മുടെ കാഴ്ചക്കാരെല്ലാം കൂടുതലും പെരിന്തൽമണ്ണ, പിന്നെ തിരൂർ, പിന്നെ കുറ്റിപ്പുറം, ഇവിടെയൊക്കെയാണ്. അപ്പോ എങ്ങനെയുണ്ട് US? എത്ര ആളായി ഇവിടെ? ഞാൻ 5 വർഷമായി. ബ്രോ 1 വർഷമായി. ഞാൻ 5 ദിവസമായി. അവന് എന്തായാലും ഇറങ്ങട്ടെ. ഞാനിവിടെ വന്നിട്ട് സത്യത്തിൽ ഞാനിപ്പോ വാഷ്റൂമിലാണ് കേട്ടോ. ബട്ട് ഞാൻ ഭയങ്കര ഹാപ്പി മൊമെന്റ് കേട്ടോ. ഞാൻ വാഷ്റൂം കാണിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കണ്ണ് മറച്ചു വയ്ക്കുക. ഇത് കണ്ടില്ലേ? ഇത് കണ്ടപ്പം തന്നെ എനിക്ക് വന്ന സന്തോഷം. അമേരിക്കയിൽ ഈവൻ മലയാളികളുടെ വീട്ടിൽ പോലും ഇത് കാണാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അവസാനം ബ്രോന്റെ വീട്ടിൽ ഞാനിത് കണ്ടു. നമ്മുടെ കൊച്ചിയിലുള്ള ബ്രോ ഇല്ലേ, പുള്ളിയുടെ വീട്ടിൽ കണ്ട സാധനമാണ് കേട്ടോ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഭക്ഷണം കഴിക്കണം. കട്ട്ലേറ്റ്, നെയ്ച്ചോറ്, ചിക്കൻ കറി. ആർക്ക്? എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശക്കുമെന്ന് പറഞ്ഞാൽ ഞാന് ലാസ്റ്റ് മെക്ലിന്ന് 2 റാപ്പ് കൂടെ എക്സ്ട്രാ വാങ്ങിച്ച് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. എന്താ എന്റെ പള്ളി? ഇത് ഞാൻ തന്നെ ഉരുട്ടി ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ്. കുറച്ച് സീനുണ്ടാവും. സാരമൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ എനിക്ക് വലിയ വിശ്വാസമില്ല. ഇത് നമ്മുടെ ഒരു ഇറാനിയൻ സ്റ്റൈൽ അല്ലേ? ഈ കാണുന്ന ഗിഫ്റ്റ് സായിക്കും സായിയുടെ അമ്മയ്ക്കും വാങ്ങിച്ചതാണ് കേട്ടോ. ബ്രോ എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റിന്റെ റാപ്പൊക്കെ വാങ്ങിച്ച് പൊതിയാണ്. ബ്രോ പൊതിയല്ല കേട്ടോ. ഇവരുടെ ഇതെന്താ? ഇതാണ് നമ്മളെ
ക്യാൻഡിലാണെന്ന് തോന്നുന്നില്ല, മണം കണ്ടിട്ട് കേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ മോനെ, ബ്രോന്റെ പരിപാടിയാണോ ക്യാൻഡില്? ചെറിയ പരിപാടിയാണ്. ഒരു ഒഴിവ് വേളകളിലാണ് എന്തൊക്കെ നോക്കണ്ട നല്ല രസമുണ്ടല്ലോ ക്യാൻഡിൽ കേട്ടോ, നല്ല രസമുള്ള ക്യാൻഡിലുകള് പരിപാടികൾ. നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളുണ്ടോ? ആഹാ, അടിപൊളി. ഇതൊക്കെ ബ്രോന്റെ കലാവിരുതാണ് കേട്ടോ. ബ്രോ ആർട്ടിസ്റ്റ് ആണല്ലോ. അടിപൊളി സാധനം, ബ്രോന്റെ കലാവിരുതല്ലേ? ഇത് ഓർഡർ കിട്ടിയതാണ്. 500 പീസ് ഓർഡർ കിട്ടിയതാണ്. നമ്മള് ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ. ബ്രോ താങ്ക് യു. ബ്രോ താങ്ക് യു. രണ്ടും കൂടെ ഒരുമിച്ച് താങ്ക് യു പറയാനായിട്ട് സെപ്പറേറ്റ് പറഞ്ഞതാ. ഇറാനിയൻ സ്പെഷ്യലാണ്. അത് ഇറാനിയൻ സ്പെഷ്യൽ. ഈ മഞ്ഞ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ കേട്ടോ. ബ്രോ ഇറാനിൽ പോയിട്ടുണ്ടോ? ഇറാന് ഇൻഫ്ലുവൻസ് എനിക്ക് ഭയങ്കര. ഇറാനിയൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാലോ. പേർഷ്യൻ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കൾച്ചർ അല്ലേ. അപ്പൊ അത് കാരണം അതും നമ്മുടെ ഇൻഡസ് വാലിയും കൂടെ ചേർത്തിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പൊ അറിയാം. പുള്ളി പുട്ട് കഴിച്ച് ശീലിച്ച് തള്ളലാണ് കേട്ടോ.